എല്ലാ മുക്കിലും മൂലയിലും മലമടക്കിലും എത്തിച്ചേർന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി നമ്മളുടെ ആളായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയമുള്ള ഷാഫി, UDF-ന്റെ നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഷാഫിയുടെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. എനിക്ക് ചെറിയ ശബ്ദത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അധികം പ്രസംഗിക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ എല്ലാം സ്നേഹത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. കഴിഞ്ഞ 3 തവണയും പേരാവൂരിൽ എന്നെ വിജയിപ്പിച്ച നിങ്ങളിൽ ഒരാളായി എന്നെ സ്വീകരിച്ച ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാർക്കും എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെയും കാരണം നിങ്ങൾക്കറിയാം. നിങ്ങൾ നൽകിയ പിന്തുണയും സ്നേഹവും സഹകരണവുമാണ് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും നമുക്ക് ഒത്തുചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പൊരുതി ജയിക്കാൻ സാധിക്കണം. അതിനെല്ലാവരും സ്ഥാനാർത്ഥികളെ പോലെ പ്രവർത്തിക്കണം. അതാണ് ഷാഫിയുടെ ആഹ്വാനം. അത് നിങ്ങൾ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഞാൻ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഡൽഹിയിൽ നിന്ന് എത്തിയത്. കഴിഞ്ഞ 4 ദിവസങ്ങൾ ഞങ്ങൾക്കെല്ലാം, ഷാഫി ഉൾപ്പെടെ കുറേ ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴും അതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥി ചർച്ചയും എല്ലാമായിട്ടും ഇന്നലെ രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും അതുപോലെ KC വേണുഗോപാലും VD സതീശനും ഞങ്ങൾ എല്ലാവരും തന്നെ 3 മണി വരെ ചർച്ച ചെയ്തിട്ട് ഞാൻ 4:30 വിമാനത്തിന് ബാംഗ്ലൂരിൽ വഴി എത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മളുടെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഐക്യത്തോടെ തന്നെ പോവുകയാണ്. അവസാനത്തെ സ്ഥാനാർത്ഥി പട്ടികയും ഇപ്പോൾ എനിക്ക് അയച്ചു കിട്ടിയ ദീപാദാസ് മുൻഷി, അത് ഞാൻ പ്രതിപക്ഷ നേതാവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് AICC അത് പ്രഖ്യാപിക്കും. ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഷാഫിയുടെ പറഞ്ഞു. മലയോര മേഖല ഏറ്റവും പ്രയാസത്തോടെ കാണുന്ന ഒരു വിഷയം വന്യമൃഗ ശല്യമാണ്. എത്ര ആളുകൾ മരിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ ദിവസങ്ങളിലും ആർണത്ത് അനീഷ് എന്ന ഒരു ഗൃഹനാഥൻ വീട്ടുമുറ്റത്ത് ആനയുടെ അക്രമം നേരിട്ട് കൊണ്ട് മരിക്കുകയുണ്ടായി. ഞാൻ അന്നിവിടെ ഇല്ലായിരുന്നു. പിറ്റേ ദിവസം ആ വീട്ടിൽ പോകാൻ ഞാനും വേലായുധനും ജിമ്മിയും ശോഭയും എല്ലാം ആ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും എല്ലാം വേദന അതിൽ പങ്കുചേരുകയുണ്ടായി. ആ വന്യമൃഗ ശല്യത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കണം. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിലുള്ള കാലം മുതൽ അതിനായിട്ട് ഞാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. നമ്മുടെ നാടിന്റെ വികസന ആവശ്യങ്ങൾ. ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയും ഞാൻ പേരാവൂരിന്റെ MLA-യുമായി 2011 ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് ഇരിട്ടി താലൂക്കും അതിനോടൊപ്പം കേരളത്തിൽ പുതിയ 12 താലൂക്കുകൾ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. തലശ്ശേരി കൂട്ടുവിള റോഡും 7 പാലങ്ങളും, കൂട്ടുവിള പാലം ഉൾപ്പെടെ ഇരിട്ടി പാലം ഉൾപ്പെടെ തലശ്ശേരി കൂട്ടുവിള റോഡിലെ പാലങ്ങൾ, അതുപോലെ മലയോര ഹൈവേ, ഇതെല്ലാം ആ സർക്കാരിന്റെ സംഭാവനയാണ്. ഇരിട്ടിയിലെ RTO ഓഫീസ്, ജോയിന്റ് RTO ഓഫീസ്, സപ്ലൈ ഓഫീസ്, ലാൻഡ് ട്രൈബ്യൂണൽ, ഇതെല്ലാം നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ താലൂക്ക് അനുവദിച്ചതിനെ തുടർന്നുണ്ടായ അനുബന്ധ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇരിട്ടിയെ ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് ഉയർത്താൻ നമുക്ക് സാധിച്ചു. നമ്മുടെ മലയോര പ്രദേശത്തിന്റെ വികസന ആവശ്യങ്ങൾ ഓരോന്നായിട്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളുകൾ പേരാവൂരിലും ആർളം ആദിവാസി മേഖലയിലും അതുപോലെ തന്നെ കുന്നോത്തും നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു. നിരവധിയായ ആവശ്യങ്ങൾ. നമുക്ക് വൈദ്യുതി രംഗത്തുണ്ടായ പ്രയാസം പരിഹരിക്കാൻ സാധിച്ചത് ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം നമ്മുടെ കൂടെയില്ല, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ കേരളത്തിനും പേരാവൂരിനും ഇടയിൽ ആരംഭിച്ച, ചാണപ്പാറയിൽ ആരംഭിച്ച
വൈദ്യുതി സബ്സ്റ്റേഷന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചത്. അന്നത്തെ മരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹമാണ് നമ്മുടെ പ്രദേശത്തിന്റെ 112 കിലോമീറ്റർ വരുന്ന റോഡുകൾ പൊതുമരാമത്ത് റോഡുകളായി ഏറ്റെടുത്തത്. വികസന കാര്യങ്ങൾ പറഞ്ഞാൽ എണ്ണി പറഞ്ഞാൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും നമുക്ക് വികസന രംഗത്ത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ മലയോരത്തിന്റെ മുക്കിലും മൂലയിലും യാത്ര ചെയ്തുകൊണ്ട് MLA എന്ന നിലയിൽ, അതിന് മുൻപ് DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, അതിനു മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നപ്പോഴും ഈ പേരാവൂരിന്റെ മലയോര ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ ഇരിട്ടി, മട്ടന്നൂര്, പേരാവൂര്, ഇരിക്കൂർ പ്രദേശമെല്ലാം എനിക്ക് സുപരിചിതമായ പ്രദേശം തന്നെയാണ്. MLA എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. KPCCയുടെ പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വം എന്നിൽ അർപ്പിതമായപ്പോൾ ഷാഫിയുടെയും സഹപ്രവർത്തകരുടെയും എല്ലാം സഹകരണത്തോടെ അക്കാര്യം ശ്രദ്ധിക്കാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ അത്യാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്നെ വിജയിപ്പിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കണം. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് യോഗി. ഈ കൺവെൻഷന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണമാണ്. കമ്മിറ്റിയുടെ ഒരു കരട് വായിക്കുന്നതിന് വേണ്ടി ശ്രീ PA നസീറിനെ ക്ഷണിക്കുന്നു. ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരി KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ഇബ്രാഹിം മുണ്ടേ,